ഹായ്, ഞാൻ ഡോക്ടർ ഷറഫുദ്ദീൻ മമ്മു, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, ഫാത്തിമ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ് എന്തൊക്കെയാണ്, കോമൺലി കണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടർഫുകൾ, ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ ഷട്ടിൽ കോർട്സ് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ ഒരു മാനസിക ഉല്ലാസത്തിനാണ് കൂടുതൽ കളിയിൽ ഉൾപ്പെട്ടിരുന്നത്. ഇന്നിപ്പോ ആൾക്കാർ അതൊരു കൂടുതൽ പ്രൊഫഷനായി കാണുകയും ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ഫുട്ബോൾ പ്രൊഫഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പോർട്സ് പ്രൊഫഷൻ കൂടുതലായി പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിനായി ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇൻ ആൻഡ് അറൗണ്ട് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇതിൽ പോകുന്നതിനനുസരിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, മേ ബി ഒരു 2-3 years ആയിട്ട് ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി കുറച്ചുകൂടെ നന്നായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി പല രീതിയിലാകാം. അത് എല്ലിനെ ബാധിക്കുന്നതാകാം, അല്ലെങ്കിൽ പേശിവള്ളി അല്ലെങ്കിൽ ടെൻഡനെ ബാധിക്കുന്നതാകാം, ഇല്ലെങ്കിൽ ലിഗമെന്റിനെ ബാധിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ജോയിന്റിനെ ബാധിക്കുന്നതാകാം. ഇത് പല രീതിയിലാകാം. ഇതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കാരിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിലും കൂടുതലായി കണ്ടുവരുന്നത് ഈ നീ ജോയിന്റിലാണ്. ഈ നീ ജോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു നീ ജോയിന്റ് വരിക. ഇതാണ് നീ ജോയിന്റ് അല്ലെങ്കിൽ മുട്ട് എന്ന് പറഞ്ഞ ജോയിന്റ്. ഇത് 3 എല്ലുകൾ കൂടിയിട്ടുള്ളതാണ്. അതായത് ഫീമർ എന്ന തൊടയെല്ല്, അടിയിലുള്ള ടിബിയ എന്ന് പറഞ്ഞ എല്ല്, പിന്നെ ചിരട്ടയെല്ല്. ഈ 3 എല്ലുകൾ കൂടിയിട്ടാണ് നീ ജോയിന്റ് വരുന്നതെങ്കിലും ഇതിന്റെ ഇടയിൽ ഒരുപാട് ലിഗമെന്റ്സ് വരുന്നുണ്ട്. ACL, ഇതിന്റെ ഇടയിൽ കാണുന്നതാണ് ACL എന്ന് പറഞ്ഞ ലിഗമെന്റ്. സൈഡിൽ MCL, LCL, ബാക്കിൽ PCL എന്ന് പറയുന്ന കുറച്ച് ലിഗമെന്റുകളുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് മെനിസ്കസ് അല്ലെങ്കിൽ പാട അല്ലെങ്കിൽ വാഷർ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ പ്രൊഫഷണൽ കളിക്കാരിലും ബാക്കിയുള്ള കളിക്കാരിലും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ലിഗമെന്റ് ഇഞ്ചുറിയും അല്ലെങ്കിൽ ഈ മെനിസ്കസ് അല്ലെങ്കിൽ പാടക്കുള്ള ഇഞ്ചുറി ആയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ലിഗമെന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു മെനിസ്കൽ ഇഞ്ചുറി പ്രസന്റ് ചെയ്യാന്നുള്ളത്, എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്? ഒരു നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയിൽ മേ ബി എന്ത് ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ഉണ്ടാകുക, ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേറൊരു പ്ലെയർ നമ്മളെ വന്ന് ഇടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഒരു കളിന്റെ ഇടയിൽ പെട്ടെന്ന് മുട്ടുകുത്തി വീഴുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാം, ചിലപ്പോൾ ഒരു എക്സ്ട്രീം പെയിൻ ആ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് അവിടെ പൊട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പൊ പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ല, വേറെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ബട്ട് ചിലപ്പോ ലിഗമെന്റ് ഇഞ്ചുറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്നുള്ളതാണ്. അപ്പൊ ഈ ലിഗമെന്റ് ഇഞ്ചുറിക്ക് ഇനീഷ്യലി കുറച്ച് നീർക്കെട്ടും വേദനയായിട്ടാണ് ഇനീഷ്യലി ഉണ്ടാകുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യും. ഒരുപാട് ആൾക്കാർ ഈ ലിഗമെന്റ് ഇഞ്ചുറിയുടെ പ്രോബ്ലത്തിൽ എന്താ വരിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പലരും എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പലർക്കും നമുക്കൊരു പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പൊ പലരും എന്ത് ചെയ്യുന്ന ഈ ചെറിയ പെയിൻ എപ്പോഴും ടോളറേറ്റ് ചെയ്യും. അതേ പെയിൻ വെച്ച് തന്നെ നമ്മൾ കളിക്കാൻ കണ്ടിന്യൂസ്ലി കളിക്കും, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിന്യൂസ്ലി ചെയ്തു പോകും. പക്ഷെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യുന്ന ഈ ലിഗമെന്റ് ഇഞ്ചുറി പലപ്പോഴും ഒരു ഡിലേഡ് ആയിട്ടാണ് ഡയഗ്നോസിസ് തന്നെ വരാറ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഒരു സ്ഥിരമായി കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായി മുട്ടിന് പരിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലിഗമെന്റ് ഇഞ്ചുറിയുടെ മെയിൻ സിംറ്റംസ് ആയിട്ട് വരിക എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ സ്റ്റെപ്പ് നടക്കാനും സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ട് ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട്, നിസ്കരിക്കാൻ ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ചമ്പ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടിന്റെ അകത്തുള്ള വാഷർ അല്ലെങ്കിൽ ലിഗമെന്റിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ചികിത്സകൾ നിങ്ങൾ ചെയ്യണം. എപ്പോഴും എന്ത് ചെയ്യുന്ന ഒരു അസ്ഥിരോഗ വിഭാഗത്തിലെ ഒരു ഡോക്ടറെ കാണുമ്പോൾ അവർ ഇനീഷ്യലി എല്ലാ കാര്യത്തിനും സർജറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ അഡ്വൈസ് ചെയ്യില്ല. ഇനീഷ്യലി നമുക്ക് പല കാര്യങ്ങളും ഫിസിയോ ചെയ്തിട്ടും ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടും ശരിയാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. വൺസ് നമുക്കൊരു ലിഗമെന്റിന്റെ ഇഞ്ചുറിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെനിസ്കൽ ഇഞ്ചുറി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള യഥാർത്ഥ ചികിത്സകൾ എന്താന്നുള്ളത് ആ ടൈമിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഒരുപാട് കാലം നമ്മൾ ഇതിന് ചികിത്സ എടുക്കാതെ നമുക്ക് ചെറിയൊരു പെയിൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു വേദന സംഹാരികൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് വെറുതെ വാങ്ങി കഴിക്കരുത്. അത് ഗുണത്തെക്കാളൊക്കെ ഏറെ ദോഷം മാത്രമേ ചെയ്യൂ. അപ്പോൾ ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്ന ഒരുപാട് കാലത്തേക്ക് കണ്ടിന്യൂസ് പെയിൻ കില്ലേഴ്സ് തരില്ല. അപ്പോൾ അതിനുള്ള ഓരോ രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്. അത് ഫിസിയോതെറാപ്പി ഉണ്ട്, വേറെ എന്ത് ചെയ്യുന്ന ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ എക്സസൈസിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലാതെ ബാക്കി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അൾട്രാസൗണ്ട് ആയിട്ടും ടെൻസ് ആയിട്ടും അങ്ങനത്തെ കുറെ പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചില കേസിൽ നമുക്ക് കീഹോൾ സർജറി ആയിട്ട് അങ്ങനെ വേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഒരുപാട് കാലം ഇത് നെഗ്ലക്ട് ചെയ്ത് പോകുമ്പോഴാണ് പിന്നീട് നമുക്ക് പ്രായമായ ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന തേയ്മാനം വളരെ നേരത്തെ വരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക. അപ്പൊ ആ ഒരു കാര്യം സ്പെസിഫിക്കലി ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് കൂടുതൽ ഇഞ്ചുറി വരുന്ന ഒരു ഏരിയ ആണ് എൽബോ എന്നുള്ളത്. എൽബോയില് മെയിൻലി ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്നത് ഈ ടെന്നീസ് എൽബോയാണ്. ടെന്നീസ്
ടെന്നീസ് എൽബോ കൂടുതലും ഈ ഷട്ടിൽ അല്ലെങ്കിൽ ടെന്നീസ് പ്ലേയേഴ്സിനാണ് കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ ടെന്നീസ് എൽബോ എന്നൊക്കെ കേൾക്കുമെങ്കിലും നമ്മളിങ്ങനെ വിചാരിക്കും ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമ്മളെ നാട്ടിൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ എത്ര കുറവാണ്, പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് നമുക്ക് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ അസുഖം കാണാം. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഈ വീട്ടമ്മമാർ ഒരുപാട് തുണി പിഴിഞ്ഞിട്ടും സാധനങ്ങളൊക്കെ എടുത്തുന്ന ആൾക്കാർക്ക് അത് വരാം. പിന്നെ നമ്മുടെ ഈ ഹൈ എനർജി ആയിട്ട് നല്ല ഭാരമുള്ള ജോലികൾ ചെയ്യുന്ന ആശാരിമാർക്കോ അല്ലെങ്കിൽ പെയിന്റ് പണിക്കാർക്കോ ഇല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന ആർക്ക് വേണമെങ്കിൽ ടെന്നീസ് എൽബോ വരാം. കോമൺലി ടെന്നീസ് പ്ലേയേഴ്സിന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് അതിന് ടെന്നീസ് എൽബോ എന്നുള്ള പേര് വന്നതെന്നുള്ളൂ. എന്താണ് ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കൈമുട്ടിന്റെ ഈ ഭാഗത്ത് ഔട്ടർ ഭാഗത്ത് ഉണ്ടാകുന്ന ഈ റിസ്റ്റ് എക്സ്റ്റൻഷൻ, ഈ മൂവ്മെന്റ് ആണ് റിസ്റ്റ് എക്സ്റ്റൻഷൻ. റിസ്റ്റ് എക്സ്റ്റൻഷന് സഹായിക്കുന്ന പേശികളിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് നീർക്കെട്ടാണ് ഈ ടെന്നീസ് എൽബോ. ഈ ടെന്നീസ് എൽബോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു പാരസ്റ്റമോൾ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പനി കുറയല്ലോ. അതേപോലെ ഒരു സംഭവം പലപ്പോഴും ടെന്നീസ് എൽബോയിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ടെന്നീസ് എൽബോ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 10 ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. അപ്പൊ ടെന്നീസ് എൽബോയുടെ മെയിൻ ചികിത്സ എന്ന് പറഞ്ഞാൽ മെയിൻ ഗുളിക മാത്രം കഴിക്കലല്ല, അതിന് കുറച്ച് എക്സസൈസുകൾ ചെയ്യണം, അതിന്റെ കൂടെ കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ചെയ്യണം. അതാണ് അതിന്റെ മെയിൻ ചികിത്സ. ബാക്കി അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന ബ്രേസിങ് ചെയ്യും, കുറച്ച് മരുന്നുകൾ എടുക്കും.